രാമൻ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനന്റെ ലൈവ് ഡെമോൺസ്ട്രേഷനും അവിടെ നമുക്ക് കാണാൻ പറ്റി. ഇത് രാമൻ സ്കാറ്ററിംഗ് ആണ് എക്സ്പെരിമെന്റ്. അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഗ്രീൻ ലൈറ്റ് അടിക്കുകയാണ്. ഇവിടെ സൈക്ലോ ഹെക്സൈൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഈ വരുന്ന ഗ്രീൻ ലൈറ്റ് ഈ മോളിക്യൂൾസ് തട്ടും. അപ്പോൾ ഇത് തമ്മിൽ കൊളീഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് യൂണിഫോം ആയിട്ടായിരിക്കില്ല. അപ്പോൾ ചില മോളിക്യൂൾസ് തട്ടുമ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഗ്രീൻ ലൈറ്റിൻ്റെ എനർജി ആ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എനർജി കുറയും. എനർജി കുറയുമ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് കൂടും. ഇത് ചില മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഇതിൻ്റെ എനർജി കൊടുക്കും ഈ വരുന്ന ലൈറ്റിന്. അപ്പോൾ ഇതിൻ്റെ എനർജി കൂടും, ഫ്രീക്വൻസി കൂടും, അപ്പോൾ വേവ് ലെങ്ത് കുറയും. അപ്പോൾ ഇവിടെ നമുക്ക് വേവ് ലെങ്ത് കൂടിയ ലൈൻസ്, വേവ് ലെങ്ത് കുറഞ്ഞ ലൈൻസ് കിട്ടും. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ ലൈൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക, വേവ് ലെങ്ത് കുറഞ്ഞത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഗ്രീൻ കൊടുത്തുകൊണ്ട് ഇബ്ജോറിൽ ഗ്രീനിന് മേലെ വരുന്നത് ഓറഞ്ച് റെഡാണ്. അപ്പോൾ ആ ഒരു റീജിയണിലെ ലൈനാണ് നമുക്ക് കാണുക. ഇതിന് താഴെയുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഓറഞ്ച് യെല്ലോയിഷ് കളർ കിട്ടുന്നത്.